ഹലോ ഗായ്സ്, അങ്ങനെ മൂകാംബിക ദർശനത്തിന് ശേഷം ഞങ്ങൾ ഇതാ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാട്ടോ. എന്നാൽ നമ്മുടെ പ്ലാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. കാരണം കുടജാത്രിയിലേക്ക് പോകാനുള്ള പ്ലാൻ ക്യാൻസൽ ആയിട്ടുണ്ട്. നല്ല മഴയാണ്, ജീപ്പ് മറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ അത് ക്യാൻസൽ ചെയ്ത് അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മുരുടേശ്വരത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നല്ല നാളെയാണ് ശരിക്കും മുരുടേശ്വരത്ത് എത്തേണ്ടത്. പക്ഷെ അവിടെ കുടജാത്രി ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വന്നു കേട്ടോ. അപ്പം നമ്മളിത് ഈ ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്തത്. കാരണം അവിടെ നല്ല വ്യൂവും ബീച്ച് സൈഡും ആട്ടോ. അതുകൊണ്ടാണ് ആ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഇതാ ഉച്ച ടൈം ആയതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ വന്നത്. അപ്പോൾ അതാ നമ്മൾ വിഭവസമൃദ്ധമായ ഒരു ലഞ്ചും കഴിച്ചു. പിന്നെ വെജ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ. ഏകദേശം പപ്പടും ചപ്പാത്തിയൊക്കെ കാണാൻ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മളിതാ ഗോപുരം ലക്ഷ്യമാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഗോപുരത്തിൻ്റെ മേലെ പോയാൽ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഇതാ മേലെ പോയി ലിഫ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ലിഫ്റ്റിൽ മേലെ പോയി ഇതാ വ്യൂ ഒക്കെ ആസ്വദിച്ച് അച്ഛൻ റൂമിലെത്തിയപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ട് കന്മതം മൂവി കാണാം. അച്ഛൻ ലാലേട്ടൻ്റെ കട്ട ഫാനാട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് വന്നിട്ടുള്ള വ്യൂ ഇങ്ങനെയാട്ടോ. നല്ല അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നൈറ്റാണ് ഇതിനേക്കാൾ സൂപ്പർ. പിന്നെ എന്താ ഗോപുരത്തിൻ്റെ കളേഴ്സ് ലൈറ്റും ഇടയ്ക്കിടെ നൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും രസമുണ്ട്. സൂപ്പർ സൂപ്പർ. നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകാനും മേടിക്കാനൊക്കെ ഉള്ള ചോട്ടോട്ടൻ്റെ പ്രഹസനാട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡെല്ലാം ഒന്ന് നമ്മൾ ട്രൈ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ടൊന്നും പറയാനുള്ളതൊന്നുമില്ല, നമ്മുടെ ഇവിടെ ഉള്ളത് പോലത്തൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതാ. പിന്നെ ഈ ചോളം എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്ത്, അത് എവിടെ കിട്ടിയാലും ഞാൻ കഴിക്കും, ഏത് ടൈമിലായാലും. അങ്ങനെ അതും കടിച്ച് വലിച്ചുകൊണ്ട് അതിൻ്റെ ടൈമിൽ നമ്മൾ ഫുഡ് മേടിച്ച സ്ഥലത്ത് നിന്ന് ഒരു പട്ടിക്കുട്ടി ഞങ്ങളുടെ കൂടെ വന്നു. പട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു നായ തന്നെയാട്ടോ. ആ നായി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കലവിൽ അവിടെ കാണാനുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.